ഒരു ചേരിയിൽ നിന്നു. ഫാസിസത്തിനെതിരെ, ഫാസിസ്റ്റ് ചേരിക്കെതിരെ അതിശക്തമായ ഒരു പോരാട്ടത്തിന് വേണ്ടി മതേതര പാർട്ടിയുടെ ചേരി ഉണ്ടാക്കി. ഈ ചേരി ഒരു താൽക്കാലികമാണ്. നമുക്കറിയാം ഗുജറാത്തിൽ നടന്ന വംശഹത്യ. ഞാൻ സമയമില്ലാത്തതുകൊണ്ട് ഈ വളവന്നൂർക്കും പോകണം. ഈ ദളിത് ന്യൂനപക്ഷ പിന്നാക്ക ജനവിഭാഗത്തിന്റെ രാഷ്ട്രീയത്തിന്റെ പ്രസക്തി എന്താണ്? വർത്തമാനകാല രാഷ്ട്രീയത്തിൽ, ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഫാഷിസത്തിനെതിരെയുള്ള യഥാർത്ഥ ബദലി ഇതാണ് എന്ന് പറയാൻ കാരണം എന്താണല്ലോ? നമുക്ക് ഗുജറാത്തിലെ വംശഹത്യ അറിയാം. എന്താ ഗുജറാത്തിൽ വംശഹത്യ നടന്നത്? എങ്ങനെയാണ്? 2000-ഓളം നിരപരാധികളായ മനുഷ്യമക്കളെ പെട്രോൾ കുടിപ്പിക്കുകയും പെട്രോളിൽ കുളിപ്പിക്കുകയും ചെയ്തുകൊണ്ട് ജീവനുള്ള മനുഷ്യൻ നിന്ന് കത്തുന്ന ആർത്തഹട്ടസിച്ച് നിന്ന് കത്തുന്ന രംഗം ചാനലിലൂടെ നാം കണ്ട ഗുജറാത്ത് വംശഹത്യ. ഇന്ത്യയിൽ നിരവധി വർഗീയ കലാപങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ വർഗീയ കലാപങ്ങളിലൊക്കെ RSS തന്നെയാണ് പ്രതിസ്ഥാനത്ത്.